ഹലോടാ മക്കളെ, വെൽക്കം ടു ഏകൺ ലേണിംഗ്. അപ്പോൾ മക്കളെല്ലാവരും അടിച്ചു പൊളിച്ച് USS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണോ? നമ്മുടെ ലൈവ് ഒക്കെ കാണുന്നുണ്ടോ? കോണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ? ഒക്കെ കാണണം. മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഫാക്കൽറ്റീസ് മൊത്തം പ്രയത്നിക്കുന്നത്. ഒരുപാട് വീഡിയോസും ഒരുപാട് ലൈവുകളും ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരണം. എല്ലാവരോടും പറയണം. നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ നാട്ടിലുമുള്ള എല്ലാവരോടും പറയാ, ഇങ്ങനെ ഒരു USS ക്ലാസ് നമ്മളുടെ ഏകൺ ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടി വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചേർക്കാം പിരിക്കാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. നാളെ നമ്മളുടെ ലൈവ് ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. 1-ാം തീയതി നമ്മുടെ ലൈവ് ഉണ്ട്. അതിലും കൂടി ഇതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ആ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് മാത്രമല്ല, ഇതിൽ വരാനുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മിസ് ആ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 1-ാം തീയതി ലൈവ് മറക്കരുത് മക്കളെ, ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരണം. ഓക്കെ, അപ്പോൾ ഇതാ ചേർക്കാം പിരിക്കാം മിക്സ് ആൻഡ് സെപ്പറേറ്റ്. എന്താ മിസ്സേ ഈ ചേർക്കാം പിരിക്കാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 6-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. മിസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഓക്കേടാ, അപ്പോൾ ഇത് ഈ സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടോ? കൽക്കണ്ടി എന്ന് പറയാം അല്ലേ? ഞാൻ ഈ കൽക്കണ്ടി എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഒന്ന് പൊടിച്ചെടുക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാണ്. ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടും അല്ലേ? ചെറിയ ചെറിയ തരികളായിട്ട് ഈ ബൗളിൽ ചെറിയ ചെറിയ തരികളായിട്ട് ഞാൻ അതിനെ പൊടിച്ചെടുത്തു. ഇനി എനിക്കതിനെ വീണ്ടും പൊടിച്ചെടുക്കണം. എങ്ങനെയാവും? വീണ്ടും പൊടിച്ചെടുത്താൽ അതിനേക്കാളും ചെറിയ തരികളായി പൊടിയായിട്ട് വരും അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിനെ വീണ്ടും പൊടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വീണ്ടും പൊടിച്ചെടുക്കാം. അതായത് എത്രത്തോളം ചെറിയ കണികകളാക്കി മാറ്റാൻ കഴിയുമോ? ഓക്കെ, കൽക്കണ്ടിയുടെ എത്രത്തോളം ചെറിയ കണികകളാക്കി അതിനെ മാറ്റാൻ കഴിയുമോ അത്രത്തോളം ചെറിയ കണികകളാക്കി അതിനെ മാറ്റാം. ഓക്കെ ആണോ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാ ഈ കുട്ടി ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക? ഒന്ന് അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ? ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് അവിടെയും ഇവിടെയും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ടേസ്റ്റ് ചെയ്ത് ആ ബൗളിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആ ഒരു കൽക്കണ്ടി പൊടി എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം മക്കളെ നിങ്ങൾ പറഞ്ഞേ, എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ അതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? എന്നിട്ട് ഓരോ ഭാഗത്തു നിന്നും ഓരോ ടേസ്റ്റ് ആണോ കിട്ടിയത്? അല്ലല്ലോ, എല്ലാ ഭാഗത്തു നിന്നും ഒരേ ടേസ്റ്റ് ആണ്, ഒരേ സ്വീറ്റ്നെസ് ആണ് അല്ലേ? ഒരേ മധുരമാണുള്ളത്. ഇതിനെ, അതായത് ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക, ഓക്കെ, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക, ആ ഒരു കണികയിൽ ആ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു ചെറിയ കണികയിലുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയും. എന്താ പറയാ? മോളിക്യൂൾസ് എന്ന് പറയും. ഇത്രയല്ലടാ, ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് റീറ്റെയിനിങ് all properties of that substance. Okay, ആ ഒരു സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിളിൽ കണ്ടെയ്ൻ ചെയ്യണം അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയും. ഇനി നമുക്കറിയാം, പദാർത്ഥം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്രധാനമായും 3 അവസ്ഥകളിലാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം അല്ലെ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇങ്ങനെ 3 അവസ്ഥകളിലും ഉണ്ടാകുന്ന ഈ പദാർത്ഥങ്ങളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ തന്മാത്ര കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രയാണെന്ന് പറയണം. ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഇതാ ഈ പദാർത്ഥങ്ങളെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, 2ആയിട്ടാണ് പദാർത്ഥങ്ങളെ തരംതിരിക്കുന്നത്. അതിൽ ഒന്നാമതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ശുദ്ധ പദാർത്ഥം, പ്യുവർ സബ്സ്റ്റൻസ്. അപ്പൊ എന്തായിരിക്കും ശുദ്ധ പദാർത്ഥം? എന്തായിരിക്കും പ്യുവർ സബ്സ്റ്റൻസ്? എന്തായിരിക്കടാ? ഒരു പദാർത്ഥത്തിൽ, ഓക്കെ, ഒരു സബ്സ്റ്റൻസിൽ ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയും. ഓക്കെ ആണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ അതിനെ ശുദ്ധ പദാർത്ഥം എന്ന് പറയും. ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, എന്താണത്? വാട്ടർ അല്ലെ? വെള്ളത്തിൽ മക്കളെ, ജലതന്മാത്രകൾ മാത്രമേ ഉള്ളൂ. H2O മോളിക്യൂൾസ് എന്ന് പറയും. ഓക്കെ, ജലതന്മാത്രകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വെള്ളത്തെ എന്താണെന്ന് പറയാം? യെസ്, ഒരു ശുദ്ധ പദാർത്ഥമാണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. ഇനി ഇതാ അടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്.
ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ആര് മാത്രമേ ഉള്ളൂ? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ O2 മോളിക്യൂൾസ്. O2 ഗ്യാസ് എന്ന് പറയും. ഓക്കെ, ഓക്സിജൻ വാതകം. ഓക്സിജൻ വാതകത്തിൽ ആര് മാത്രമേ ഉള്ളൂ? ഓക്സിജന്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതേപോലെ ഒരു പദാർത്ഥത്തിൽ ആ ഒരു ടൈപ്പ് ഓഫ് തന്മാത്ര അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് മാത്രമാണുള്ളതെങ്കിൽ നമ്മൾ അതിനെ ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം എന്ന് പറയും. അപ്പൊ എന്തായിരിക്കും മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം? എന്തായിരിക്കും? ഒന്നുമില്ലടാ, ഒരു പദാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ ഒന്നിൽ കൂടുതൽ തന്മാത്ര ഉണ്ടെങ്കിൽ, ഓക്കെ, ഒന്നിൽ കൂടുതൽ തന്മാത്ര ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം എന്ന് പറയും. യെസ്, കണ്ടോ? മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? ഇനി ഇതാ നോക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇഫ് ദർ ഇസ് മോർ ദാൻ one type of molecules present in a substance. Okay, ഒരു സബ്സ്റ്റൻസിൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മിക്സ്ചർ എന്ന് പറയുന്നു, മിശ്രിതം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ഇതാ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, നമ്മുടെ എയർ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് എയർ ഒരു മിക്സ്ചർ ആണ് നമ്മളുടെ എയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മിക്സ്ചർ ആണെന്ന് പറയുന്നത്? എയറിൽ ആരൊക്കെ ഉണ്ട്? നൈട്രജൻ ഗ്യാസ് ഉണ്ട്, ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, ഇതുപോലുള്ള ഒരുപാട് ഗ്യാസസ് ഉണ്ട്. ഈ ഗ്യാസസിനൊക്കെ ഒരേ മോളിക്യൂൾസ് ആണോ? ഒരു തന്മാത്രയാണോ? അല്ല. മനസ്സിലായോ? നൈട്രജൻ ഗ്യാസിന് അതിന്റെ തന്മാത്രകളാണ്, ഓക്സിജൻ ഗ്യാസിന് അതിന്റെ തന്മാത്രകളാണ്, അതേപോലെ H2 ഗ്യാസിന്, ഹൈഡ്രജൻ ഗ്യാസിന് അതിനും ഒരു ടൈപ്പ് ഓഫ് തന്മാത്ര മോളിക്യൂൾസ് ആണ്. അപ്പോൾ വ്യത്യസ്ത മോളിക്യൂൾസ്, വ്യത്യസ്ത ഗ്യാഷ്യസ് മോളിക്യൂൾസ്, വാതക തന്മാത്രകൾ അടങ്ങിയതാണ് നമ്മളുടെ എയർ എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഒരു ശുദ്ധ പദാർത്ഥമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു മിശ്രിതമാണ് അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആണ്. ക്ലിയർ ആണോ? യെസ്. ഇനിയാണ് നമ്മുടെ സോഡ വാട്ടർ. ഈ സോഡ വാട്ടർ എന്ന് വെച്ചാല് നമ്മൾ സോഡ എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് സോഡയിലുള്ളത്? വെള്ളമുണ്ട്, അതായത് H2O, വാട്ടർ, ജലമുണ്ട് അല്ലെ? യെസ്. ഇനിയോ പിന്നെന്തുണ്ട്? നമ്മുടെ കാർബൺ ഡയോക്സൈഡ്. എന്താണ്? CO2 ഗ്യാസ്, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡ വാട്ടർ കിട്ടുന്നത്. അപ്പം മക്കൾ പറഞ്ഞേ, ഇതൊരു മിക്സ്ചർ അല്ലേ? അതായത് കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസും കമ്പൈൻ ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകളുണ്ട്, 2 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ മിക്സ്ചർ എന്ന് പറഞ്ഞൂടെ? യെസ്, ഇത്രയേ ഉള്ളൂടാ, വളരെ സിമ്പിൾ ആണ്. ഇനി മക്കൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ മിക്സ്ചറിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കാണ്. എന്തൊക്കെയാക്കി തിരിക്കുന്നുണ്ട്? ഏകാത്മക മിശ്രിതം എന്നും ഭിന്നാത്മക മിശ്രിതം എന്നും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്കത് എന്താണെന്ന് നോക്കാം. മിസ് ഇവിടെ ഒരു ഷുഗർ സൊല്യൂഷനും എടുത്തിട്ടുണ്ട്, ചോക്ക് സൊല്യൂഷനും എടുത്തിട്ടുണ്ട്. ഒന്നുമില്ലടാ, 2 ബീക്കർ എടുക്കുന്നു. ആ ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഒന്നിലേക്ക് പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്നിലേക്ക് ചോക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിയർ ആണോ? യെസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സ്പൂൺ എടുത്ത് പോയിട്ട് ഈ 2 ബീക്കറിലെയും സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലെ പിന്നെ വേണ്ട, ടേസ്റ്റ് ചെയ്തെന്ന് നോക്കിക്കോളൂ. ഇനി നോക്കുക മക്കളെ, ഷുഗർ സൊല്യൂഷൻ നമ്മൾ എവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ആ ഒരു ബീക്കറിന്റെ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ആ ഒരു ബീക്കറിന്റെ അടിവശത്തു നിന്നായാലും മുകളിൽ നിന്നായാലും സെന്റർ പോർഷൻ നമ്മൾ എവിടെ നിന്ന് ആ ഒരു ഷുഗർ സൊല്യൂഷൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അതിനെന്ത് ടേസ്റ്റാ? മധുരമാണ്. അതേപോലെ ഒരേ ടേസ്റ്റ്, അതായത് ഒരേ മധുരമാണ് നമുക്ക് ഫീൽ ചെയ്യുക അല്ലേ? ഒരേ മധുരമല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ? മുകൾ ഭാഗത്ത് കൂടുതൽ മധുരം അല്ലെങ്കിൽ അടിവശത്ത് കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഇങ്ങനെയാണോ? അല്ല, എല്ലാ ഭാഗത്തും ഒരേ മധുരമാണ്, അതായത് ഒരേ ഗുണമാണുള്ളത് അല്ലെ? ഒരേ പ്രോപ്പർട്ടി ആണുള്ളത് ആണല്ലോ. യെസ്. അതേ സ്ഥാനത്ത് നമ്മുടെ ചോക്ക് സൊല്യൂഷൻ എടുക്കാം. ഓക്കെ, ചോക്ക് സൊല്യൂഷൻ എടുത്താൽ നമ്മൾ നന്നായിട്ട് ഇളക്കി അവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ അത് ചോക്ക് സൊല്യൂഷൻ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ചോക്ക് സൊല്യൂഷന്റെ അടിവശം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ വേണ്ടി പറ്റും. ആ ചോക്ക് സൊല്യൂഷന്റെ ബീക്കറിന്റെ അടിവശത്ത് കണ്ടോ, ചോക്കിന്റെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതേപോലെ ആ ചോക്ക് സൊല്യൂഷന് മുകളിൽ നോക്കിക്കേ, അവിടെയും ഉണ്ട് കുറച്ച് പാർട്ടിക്കിൾസ്. ഇനി ഇതിന്റെ ഇടയിൽ, ഇതിന്റെ സെന്റർ പോർഷനിലും കുറച്ച് ചോക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇങ്ങനെ ചോക്ക് പാർട്ടിക്കിൾസ് ഡിഫറെന്റ് ആയിട്ടാണ് അല്ലെ, വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ ഈ സൊല്യൂഷനിൽ അല്ലെങ്കിൽ മിക്സ്ചറിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനസ് മിക്സ്ചർ എന്ന് പറയും. ഒന്നും പേടിക്കേണ്ടത്, സിമ്പിൾ ആയിട്ട് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്?
ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമ്മൾ പറയുന്ന പേരാണ് ഏകാത്മക മിശ്രിതം. ഇത് അതുപോലെ പഠിച്ചു വെച്ചോളൂ. കാര്യം മനസ്സിലായല്ലോ മക്കൾക്ക്? അത്രയേ ഉള്ളൂ. ഇനി ഇതാ ഹോമോജീനസ് മിക്സ്ചർ ഒന്ന് നോക്കാം. ഇവ മിക്സ്ചർ എക്സിബിറ്റ്സ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്. ഓക്കെ, ആ ഒരു സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറുടെ ത്രൂ ഔട്ടിൽ ഒരേ പ്രോപ്പർട്ടി ആണ് എങ്കിൽ ദാറ്റ് മിക്സ്ചർ ഈസ് കോൾഡ് എ ഹോമോജീനസ് മിക്സ്ചർ. ക്ലിയർ ആണോ? ഇതാ നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ, ഓക്കെ, വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മുടെ ചോക്ക് സൊല്യൂഷൻ ഓർത്ത് വെക്കാം. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളതിനെ ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. വളരെ സിമ്പിൾ അല്ലേ? യെസ്, ഇത്രയുള്ളട ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതിന് ബാക്കി നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പം മക്കളെ ഇവിടെ ഈ വീഡിയോ കണ്ടവരൊക്കെ എന്ത് ചെയ്യുക? വേഗം ഫ്രണ്ട്സിനോട് പറയാം ഈ വീഡിയോ കാണണം. അതിനുശേഷം നമ്മുടെ 7 മണിയുടെ ലൈവിൽ വരണം. എപ്പോഴാണ് മക്കളെ നമ്മുടെ ലൈവ് ഉള്ളത്? എപ്പോഴാണ് ബേസിക് സയൻസിന്റെ ലൈവ് എപ്പോഴാണ്? 1-ാം തീയതി കൃത്യം 7 മണിക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി അവിടെ ഡിസ്കസ് ചെയ്യും. അതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കൾക്ക്? യെസ്. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ബൈ.